ഇന്ത്യൻ ആർമി എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെന്റ് ടോക്സിന്റെ 2ാമത്തെ എപ്പിസോഡാണിന്ന്. ഇന്നലെ ഞാൻ പങ്കുവച്ച വീഡിയോ നിരവധി ആളുകളിലേക്ക് എത്തുകയും കമന്റിലൂടെയും ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടും അവരുടെ സംശയങ്ങളും എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. 100 കണക്കിന് ആളുകൾ കണ്ടിന്യൂ ആയിട്ട് മെസ്സേജ് തന്നുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് എനിക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റാതെയുമായി. ഇപ്പോഴെനിക്കൊരു കാര്യം വ്യക്തമായി. എത്ര ആളുകളാണ് ഇന്ത്യൻ ആർമിയുടെ ഡിഫൻസ് യൂണിഫോം അണിയാൻ കൊതിച്ചു നിൽക്കുന്നത്? പക്ഷേ ഇന്ത്യൻ ആർമി എന്നുള്ളത് വെറും ഒരു ജോലിയല്ല. മറ്റുള്ളവര് സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ ഉറക്കമൊഴിച്ച് ഓരോ ദിവസം ഡ്യൂട്ടി നോക്കുന്നവരാണ് നമ്മുടെ പട്ടാളക്കാർ. മറ്റുള്ളവർ ആഘോഷങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ അതിർത്തിയിൽ തോക്കുമായി കാവൽ നിൽക്കുന്നവരാണ് ഇന്ത്യൻ പട്ടാളക്കാർ. ഇന്ത്യൻ ആർമി എന്നുള്ളത് വെറും ഒരു യൂണിഫോം മാത്രമല്ല, മറിച്ച് അത് ധൈര്യത്തിന്റെ, അച്ചടക്കത്തിന്റെ, ത്യാഗത്തിന്റെ പേരാണ് ആ യൂണിഫോം എന്നുള്ളത്. ഒരു സാധാരണക്കാരനായ യുവാവിനെ അസാധാരണനായ ഒരു സൈനികനാക്കി മാറ്റുന്നതിന്റെ പേരാണ് ഇന്ത്യൻ ആർമി എന്നുള്ളത്. എന്നാൽ ഇത് എന്റെ മാത്രം യാത്രയല്ല. ഡിഫൻസ് യൂണിഫോം അണിയാൻ താല്പര്യമുള്ള ഓരോ യുവാവിന്റെയും യാത്രയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളത്. ഇന്ന് എന്താണ് ഇന്ത്യൻ ആർമി എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. നാളെ മുതലാണ് ഇന്ത്യൻ ആർമി റിക്രൂട്ട്മെന്റിന് വേണ്ട, നിങ്ങൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ഒരു കടുകുമണി പോലും വ്യത്യാസമില്ലാതെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ്: എല്ലാ ദിവസവും വീഡിയോ കാണുക, എന്റെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് ആവശ്യവുമാണ്. അതുകൊണ്ട് 3ാമത്തെ എപ്പിസോഡ് മുതൽ, നാളെ മുതൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബൈ.